ഇന്നലെ ഉണ്ടെങ്കിൽ നാജിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭർത്താവുമായിട്ട് ചേർന്ന് ഭയങ്കര ഡുവറ്റൊക്കെ പാടിയുള്ളൊരു വീഡിയോ ആയിരുന്നു അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഇന്നലെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയാലോ അതിന് കാരണം ഷാനായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടിരുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അവർക്കെന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് 2 ദിവസം മുമ്പൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്തോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് പേർക്ക് നമുക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്നതാണ്. ഇതിനു മുമ്പ് ഇതിനകത്തുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നെ പറ്റിച്ചിട്ട് പോയി, എൻ്റെ കൂടെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ആ സമയത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ഒന്ന് ചേർന്ന് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു അടുത്ത വീഡിയോ. ആ സമയത്തൊക്കെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം ഇത് പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ട്രെൻഡിങ് ഇതാണ് ആൾക്കാരുടെ പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇത് കണക്ക് ആൾക്കാർ അറിയാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് കണക്ക് പിന്നെയും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേർപിരിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഒന്നും ഒരുമിച്ചല്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് പിന്നെ ഇത് കണക്ക് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വട്ടം ഇത് കണക്ക് ഉടായ്പായിട്ടാണ് പിന്നെയും വന്നിരിക്കുന്നതെങ്കിൽ ഇനി വരെ അങ്ങനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തില്ലായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടെങ്കിൽ ഇത് കണക്ക് ആൾക്കാരുടെ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഇത് കണക്ക് ഒരു വിശ്വാസതയിലാണ് കാണുന്നത്. അവർ ഇത് കണക്കത്തുള്ള എപ്പോഴും നോക്കിയാലും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കുള്ള വിശ്വാസത ഭയങ്കരമായിട്ട് കുറയുന്നതായിരിക്കും. അവരുണ്ടെങ്കിൽ ഇത് കണക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് മാക്സിമം ഉണ്ടെങ്കിൽ വ്യൂസ് കയറ്റാൻ നോക്കുന്നത്.